ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. തിരുവചന പുലരി എന്ന ധ്യാന ചിന്തയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നാം ഇത് ശ്രവിക്കുന്നതിലൂടെ ദൈവവചനം കേൾക്കുകയും അതിലൂടെ നമ്മുടെ ആത്മീയ ഉണർവ് ഉണ്ടാകുന്നതിനും ഇത് കാരണമായിട്ട് തീരട്ടെ. ഈ ജനുവരി മാസത്തിൻ്റെ 6-ാം ദിവസം ഈ പ്രഭാതത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് സ്നേഹവന്ദനം. ദൈവം നിങ്ങൾക്ക് ശുഭകരമായ ഒരു ദിവസം തന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാവിലെ നമ്മുടെ ധ്യാനത്തിനായിട്ട് നാം ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലേക്കാണ് വരുന്നത്. നിങ്ങൾ ദയവായി ഈ അധ്യായം വായിക്കണം. പല നല്ല വസ്തുക്കൾക്കുള്ള ഒരു ദോഷം എന്താണെന്നറിയാമോ? അത് ചീത്തയാകുമെന്നുള്ളതാണ്. പല നല്ല വസ്തുക്കളും ചീത്തയാകും. ചീത്തയായിക്കഴിഞ്ഞാൽ അത് വളരെയധികം ദുർഗന്ധം വമിക്കുന്നതുമായിരിക്കും. മത്സ്യമാംസം, പാല്, മുട്ട മുതലായ സാധനങ്ങളൊക്കെ ചീഞ്ഞാൽ എന്തൊരു ദുർവാസനയാണ്, എന്തൊരു ദുഷിപ്പാണുള്ളത്. നല്ല സാധനങ്ങൾക്കുള്ളതായിരിക്കുന്ന ഒരു പ്രശ്നമാണത്. മനുഷ്യനാണ് ദൈവസൃഷ്ടിയുടെ മകുടമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഈ മകുടമായിരിക്കുന്ന മനുഷ്യൻ ചീഞ്ഞാൽ അവൻ എന്തൊരു ദോഷമാണ് അതുകൊണ്ടുണ്ടാകുന്നതെന്ന് ചിന്തിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ഇന്നത്തെ മനുഷ്യനെ നോക്കിയാൽ മതി. ചീഞ്ഞ മനുഷ്യൻ എന്ന് നമുക്ക് അവനെപ്പറ്റി പറയാനായിട്ട് സാധിക്കും. എല്ലാ പാവങ്ങളും ചെയ്യുന്നവനാണ്. മദ്യപാനം, ഡ്രഗ്സ് അടിക്കാൻ, അങ്ങനെ അതുപോലെ തന്നെ അവിഹിതമായിരിക്കുന്ന ലൈംഗിക ബന്ധങ്ങൾ, തട്ടിക്കൊണ്ടുപോകൽ, ബലാത്സംഗങ്ങൾ, കൊലപാതകങ്ങൾ, എന്തെല്ലാം ദോഷങ്ങളാണ് ഇന്നത്തെ ലോകത്തുള്ളത്. സാമ്പത്തിക തട്ടിപ്പുകൾ എന്ന് വേണ്ട. മനുഷ്യൻ ചീഞ്ഞുപോയി. ദൈവത്തെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടതായിരിക്കുന്ന മനുഷ്യന് ധാർമ്മികമായ മൂല്യച്യുതി ഉണ്ടായി എന്ന് ഞാൻ പറയട്ടെ. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം മനുഷ്യനുണ്ടായ മൂല്യച്യുതിയെക്കുറിച്ച് പറയുന്നതായിരിക്കുന്ന ഒരു അധ്യായമാണ്. മനുഷ്യ ചരിത്രത്തിൽ സംഭവിച്ച വലിയ അധഃപതനത്തെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. മനുഷ്യവർഗം മുഴുവനും കളങ്കമുള്ളവരായിട്ട് തീർന്നുവെന്നാണ് അതിൻ്റെ ഭയങ്കരത പറയുമ്പോൾ ദൈവപുത്രന്മാരും മനുഷ്യപുത്രിമാരും തമ്മിൽ ലൈംഗികബന്ധമുണ്ടായി എന്ന് പറയുന്നത്. അത് എന്താണ് അതിൻ്റെയൊക്കെ അർത്ഥമെന്നൊക്കെ അതൊന്നും നമുക്കെന്തോ വിഷയമല്ല. പക്ഷേ അരുതാത്തൊരു കാര്യമാണ് എന്തായാലും അവിടെ നടന്നത്. എന്തായാലും ചിലർ പറയും ദൈവദൂതന്മാരും മനുഷ്യ സ്ത്രീകളുമായിട്ട്, അങ്ങനെയാണെങ്കിൽ അരുതാത്ത ബന്ധമാണ് നടന്നത്. വിശ്വാസികളും അവിശ്വാസികളുമായുള്ള ബന്ധം, എങ്കിലും അത് അരുതാത്ത ബന്ധമാണ് നടന്നത്. അരുതാത്ത അങ്ങനെയുള്ള ബന്ധം നടന്നതുകൊണ്ട് ദൈവം ഒരു കാര്യം തീരുമാനിച്ചു. ഈ ലോകത്തെ ഇനി നശിപ്പിക്കുക, ഈ മനുഷ്യരെ മുഴുവനും നശിപ്പിക്കുക എന്ന് തീരുമാനിച്ചു. അങ്ങനെ മനുഷ്യവർഗം നാശയോഗ്യരായി തീർന്നു. ദൈവം അവരെ നശിപ്പിക്കും. ദൈവത്തിന് വളരെ ഖേദവും ദുഃഖവും ഉണ്ടായി, പക്ഷേ നശിപ്പിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ നോഹ എന്ന ഒരു മനുഷ്യന് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു എന്നാണ് പറയുന്നത്. നോഹ എന്നൊരു മനുഷ്യന് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. തൻ്റെ മനസാക്ഷിയെ ലംഘിക്കാതെ ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് നോഹ തീരുമാനിച്ചു. അതുകൊണ്ട് ദൈവം ഒരു ദിവസം നോഹയ്ക്ക് പ്രത്യക്ഷനായി നോഹയോട് പറഞ്ഞു, നിൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നീ ഒരു പെട്ടകം പണിയണം, നീ ഒരു ഷിപ്പ് പണിയണം, ഒരു കപ്പൽ പണിയണമെന്നാണ് പറഞ്ഞു. ഒരു പെട്ടകം പണിയണം, ഒരു ബൃഹത്തായ പെട്ടകം. ആ പെട്ടകത്തിൽ നോഹയുടെ കുടുംബം കയറണമെന്ന് മാത്രമല്ല, ലോകത്തിലുള്ള സകല ജീവജാലങ്ങൾ, പക്ഷികൾ, നിഴജാതികൾ സകലത്തിൻ്റെയും ഇണകളെ ചേർക്കണം. ശുദ്ധിയുള്ളതിൻ്റെയൊക്കെ 7 വീതവും ശുദ്ധിയില്ലാത്തതിൻ്റെ 2 വീതവും. അതിന് ചേർത്താൽ മാത്രം പോരാ, അതിനുള്ള ആഹാരം മുഴുവനും, ഒരു വർഷത്തേക്ക് ആവശ്യമായിരിക്കുന്ന ആഹാരവും ആ പെട്ടകത്തിൽ കയറണം. ബൃഹത്തായ ജോലിയാണ് ദൈവം നോഹയ്ക്ക് കൊടുത്തത്. നോഹ വിശ്വാസത്താൽ ആ ജോലി ചെയ്തു. ദൈവം കൽപ്പിച്ചതുപോലെ നോഹ പെട്ടകം പണിതു. ദൈവം പറഞ്ഞ സമയത്ത് നോഹ പെട്ടകത്തിൽ കയറി. നോഹയെക്കുറിച്ച് വചനം പറയുന്നത് തൻ്റെ തലമുറയിൽ നീതിമാനും നിഷ്കളങ്കരുമായി ജീവിച്ചു എന്നാണ്. തൻ്റെ തലമുറയിൽ. ഏത് തലമുറയാണ് തൻ്റെ തലമുറ എന്ന് പറയുമ്പോൾ? ദുഷ്ടന്മാരുടെ തലമുറ. നശിപ്പിച്ച് കളയുവാൻ മാത്രം യോഗ്യതയുള്ള ദുഷ്ടന്മാരുടെ തലമുറയിൽ നോഹ എന്ന് പറഞ്ഞ ഒരു മനുഷ്യനും തൻ്റെ ഭാര്യയും തൻ്റെ 3 മക്കളും അവരുടെ ഭാര്യമാരും 8 പേര് നീതിമാന്മാരായിട്ട് ജീവിക്കുവാനായിട്ടിടയായി. ദൈവം അവർക്ക് കരുണ കാണിച്ചു. എൻ്റെ പ്രിയമുള്ളവർ, ചില ആളുകൾ പറയാറുണ്ട്, ഈ ലോകത്തിൽ ഒക്കില്ല സാറേ, ഈ ലോകത്തിൽ അങ്ങനെയൊക്കെ വെക്കൂ, എന്തൊക്കെ പറഞ്ഞാൽ ഈ ലോകത്തിൽ നീതിമാനായിട്ട് ജീവിക്കാനൊക്കും, ഈ ലോകത്തിൽ ഇങ്ങനെ തട്ടിപ്പും വെട്ടിപ്പുമായിട്ട് ജീവിച്ച് വെക്കും. അങ്ങനെ ഒരു നിർബന്ധവുമില്ല കേട്ടോ. നോഹയുടെ കാലത്തെ ലോകം പോലെ മോശമായൊരു ലോകമൊന്നുമല്ല നമ്മുടെ ലോകം. ഞാൻ നിങ്ങളോട് പറയാം, അതിനേക്കാളൊക്കെ വളരെ മെച്ചമായ ലോകമാണ്. ദൈവം നശിപ്പിച്ച് കളയുമെന്ന് പറഞ്ഞതായിരിക്കുന്ന ഒരു ലോകമാണത്. ആ ലോകത്തിൽ ആ കാലത്ത് നീതിമാനായിട്ട് ജീവിക്കുവാനായിട്ടൊരു മനുഷ്യന് കഴിഞ്ഞുവെങ്കിൽ, അതും ഒരു കുടുംബക്കാരന് കഴിഞ്ഞെങ്കിൽ, മക്കളും ഭാര്യയും മരുമക്കളും ഒക്കെയുള്ള ഒരാൾക്ക് കഴിഞ്ഞെങ്കിൽ നമുക്കും അത് സാധിക്കും എന്നുള്ളതിന് യാതൊരു പ്രശ്നമില്ല. ഞാൻ നിങ്ങളോട് പറയാം,
ദൈവത്തെ മാനിക്കുന്നവരെ ദൈവം മാനിക്കും. ഇന്നും ദൈവത്തിൻ്റെ പ്രമാണം അതാണ്. ഭക്തന്മാരായി ജീവിക്കുന്നവരെ ദൈവം സംരക്ഷിക്കുന്ന ദൈവമാണ്. ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ തീരുമാനിച്ചപ്പോഴും അവരെ നശിപ്പിച്ചില്ല. ആ നാശം വരുത്തിയതായിരിക്കുന്ന പ്രളയത്തിലൂടെ നോഹയും കുടുംബത്തെയും രക്ഷിക്കുവാനായിട്ട് ദൈവത്തിന് കഴിഞ്ഞു. അപ്പോൾ നോഹയുടേതിന് സമാനമായൊരു കാലമാണ് നാം ജീവിക്കുന്നത്. ദൈവിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ ഭൗതികതയിലും ജഡികതയിലും സന്തോഷം കണ്ട് ജീവിക്കുന്ന ആളുകളാണ്. നമ്മുടെ കർത്താവ് തന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നോഹയുടെ കാലത്തെ പോലെ ഒരു കാലമാണ് നമ്മുടെ കാലം. എന്നാൽ ഞാൻ നിങ്ങളോട് പറയാം, ഈ നോഹയുടെ കാലത്ത് നശിച്ചുപോയ മനുഷ്യരെപ്പോലൊന്നും നശിച്ചു പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ കർത്താവ് വന്ന് നമ്മെ നീക്കുവാനായിട്ട് കാലം വളരെ അടുത്തു. നാം അതിനുവേണ്ടി ഒരുങ്ങി ജീവിക്കണം. നോഹ തൻ്റെ കുടുംബത്തിന് വേണ്ടി ഒരു പെട്ടകം പണിതതുപോലെ നമ്മുടെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് ആവശ്യമായി നാം ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്താണ് ചെയ്യേണ്ടത്? കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിക്കുക, പാപമോചനം പ്രാപിക്കുക. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്നാണ്. കർത്താവായ യേശു ക്രിസ്തു നീ വിശ്വസിച്ചാൽ നിൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കുമെന്നല്ല. കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുക എന്ന പ്രമാണം നീയും നിൻ്റെ കുടുംബവും പാലിച്ചാൽ നിനക്ക് നിൻ്റെ കുടുംബത്തിന് രക്ഷ പ്രാപിക്കുവാനായിട്ട് കഴിയും. കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുന്ന ഒരുവൻ നശിച്ചു പോകില്ലെന്നാണ്. അത് വ്യക്തിപരമായിരിക്കുന്ന ഒരു തീരുമാനമാണ്. അത് കുടുംബമായി ചെയ്യുന്ന തീരുമാനമല്ല. ഒരു കുടുംബത്തിന് വേണ്ടി പെട്ടകം പണിയാനായിട്ട് നോഹയ്ക്ക് കഴിയും. അതുപോലെ ഓരോ മനുഷ്യനും തൻ്റെ കുടുംബത്തിന് വേണ്ടി സുവിശേഷം പറയുവാനായിട്ട് കഴിയും, കുടുംബ പ്രാർത്ഥന നടത്തുവാനായിട്ട് കഴിയും, ബൈബിൾ ധ്യാനം നടത്തുവാനായിട്ട് കഴിയും. എൻ്റെ പ്രിയമുള്ളവരെ, എൻ്റെ കുടുംബം മറ്റുള്ളവരുടെ കുടുംബത്തിൻ്റെ കൂടെ നശിച്ചു പോവുകയില്ല എന്ന് നോഹ പറഞ്ഞു. എൻ്റെ മക്കളും എൻ്റെ മരുമക്കളും എൻ്റെ ഭാര്യയും ഈ ലോകത്തോടെ നശിക്കുവാൻ ഞാൻ സമ്മതിക്കുകയില്ല. വളരെ ബുദ്ധിമുട്ടുള്ള ജോലിയാണ് ദൈവം പറഞ്ഞത്, ഒരു നോഹ പെട്ടകം പണിയുക എന്നുള്ളത്. 120 വർഷം കൊണ്ടാണ് ആ പെട്ടകത്തിൻ്റെ പണി കഴിഞ്ഞത്. 120 വർഷം ദീർഘക്ഷമയോടുകൂടെ ലോകത്തിൽ അന്നുണ്ടായിരുന്ന ഒരുപാട് മരങ്ങൾ വെട്ടിയിട്ടൊരു പെട്ടകം പണിയണമെങ്കിൽ അതിന് ഒരുപാട് ആളുകൾ, ഒരുപാട് ആശാരിമാരും ഒരുപാട് പണിക്കാരും വേണം. അതൊക്കെ നോഹ ചെയ്തു. ഞാൻ നിങ്ങളോട് പറയട്ടെ, നോഹ ചെയ്തപോലെ അധ്വാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വരാൻ പോകുന്നതായിരിക്കുന്ന നാശത്തിൽ രക്ഷപ്പെടുവാനായിട്ട് നാം കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുകയും ദൈവവചനം വായിച്ച് അതിന് പ്രകാരം ജീവിക്കുകയും ചെയ്താൽ മതി. പക്ഷെ അത് ചെയ്യാതെ നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് ഈ ഉൽപ്പത്തി പുസ്തകം 6-ാമത്തെ അധ്യായം നമുക്കൊരു മുന്നറിയിപ്പായിരിക്കട്ടെ. അതുപോലെ നോഹയുടെ കുടുംബം നമുക്കൊരു മാതൃകയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നാം കേട്ട തിരുവചന ചിന്ത നമുക്കേവർക്കും അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. പുതിയ ചിന്തയുമായി ഓരോ പ്രഭാതത്തിലും നമുക്ക് അതിനായിട്ട് കാത്തിരിക്കാം. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.